ഹായ് ഹലോ നമസ്കാരം. സ്മൈൽ ഹൈപ്പർ മാർക്കറ്റ് ബക്രീദ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ വാരത്താണ്. അങ്ങനെ സ്മൈൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒരു കിഡിലൻ ഷോറൂമിലാണ്. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് പ്രവർത്തനം ആരംഭിച്ച ഈ ഒരു സംരംഭം ഏകദേശം ഇന്ന് 4ഓളം ബ്രാഞ്ചസ് ആയിട്ടാണ് എത്തി നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഇവരുടെ പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് പോവാം. ശരിക്കും കണ്ണൂർ വാരത്ത് ഇത്രയും വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? സാഹചര്യം എന്ന് വെച്ചാൽ നമ്മൾ 2018 നമ്മൾ ഈ ഹൈപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്മൈൽ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങാൻ നമ്മളെല്ലാവരും ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. നമ്മൾ മാനേജ്മെൻറ്റ് പാർട്ട്നേഴ്സൊക്കെ ഈ ഒരു NREയിൽ വർക്ക് ചെയ്ത ആൾക്കാരായതുകൊണ്ടാണ് നമ്മൾ ഈ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ 2018 വലിയന്നൂർ സ്മൈൽ ഹൈപ്പർ മാർക്കറ്റ് ഓപ്പൺ ആക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ 2019 പിന്നെ നമ്മൾ സ്മൈൽ ഹൈപ്പർ മാർക്കറ്റ് കമ്പിൽ 2ാമത്തെ ബ്രാഞ്ച് ഓപ്പൺ ആക്കി. അത് കഴിഞ്ഞ് നമ്മൾ 3ാമത്തെ ഒരു ബ്രാഞ്ച് നമ്മൾ ഏറ്റവും വലിയ പ്രീമിയം ഷോപ്പായ സ്മൈൽ ഹൈപ്പർ മാർക്കറ്റ് വാരത്ത് നമ്മൾ ഓപ്പൺ ആക്കി. കൂടാതെ പിന്നെ ഒരു എക്സ്പ്രസ് സ്മൈൽ എക്സ്പ്രസ് നമ്മൾ തലശ്ശേരി ബ്രാഞ്ച് ഓപ്പൺ ആക്കി. അപ്പോൾ നമ്മൾ 2024 അടുത്ത മാസം നമ്മൾ സ്മൈൽ ഹൈപ്പർ മാർക്കറ്റ് കക്കാടും കൂടി നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് 1 ലക്ഷത്തിൽ പരം കസ്റ്റമർ ഹാപ്പി കസ്റ്റമർ നമുക്കിപ്പോൾ നിലവിലുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു സർവീസ് തന്നെയാണ് നമ്മൾ കസ്റ്റമറിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ ഫ്രാഞ്ചൈസീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നെക്സ്റ്റ് മന്ത് നമ്മൾ കക്കാട് ഒരു ഹൈപ്പർ മാർക്കറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഫ്യൂച്ചർ ഒരു പ്ലാൻ ഉണ്ട്. നമ്മളൊരു റെഡിമെയ്ഡും കൂടി ഫാഷൻ കൂടി നമ്മളൊന്ന്, അതായത് ഫാഷൻ ലോകത്തേക്ക് കൂടെ ഒന്നും കൂടി കലവെക്കാനുള്ള ഒരു ഇതും കൂടി. അത് ബേസിക് കണ്ണൂർ തന്നെ ആയിരിക്കും. ബേസിക് ഇപ്പം കണ്ണൂർ തന്നെയാണ്. ഇവരാണ് ഈ ഒരു സംരംഭത്തിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. കാര്യം ഇവരാണ് കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യുന്നത്, ഇവരാണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എല്ലാ ആവശ്യങ്ങളും അല്ലേ അറിയുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് നമ്മുടെ ഈ ഒരു സംരംഭത്തെക്കുറിച്ച് പറയാനുള്ളത്? വളരെ നല്ലൊരു സംരംഭമാണ്. മാനേജ്മെൻ്റ് ആയാലും സ്റ്റാഫായാലും ഞങ്ങൾ ഇവിടെ ഒരു നല്ലൊരു ഫാമിലി പോലെയാണ് കഴിയുന്നത്. അപ്പോൾ ശരിക്കും ഒരു കുടുംബം പോലെ, ഒരു കുടുംബം തന്നെ പോലെയല്ല, ഒരു കുടുംബമായിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണോ? നമ്മുടെ മാനേജിങ് ഡയറക്ടേഴ്സും അങ്ങനെ നല്ല ഫ്രണ്ട്ലിയാണ്, എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. എന്താണ് എത്ര നാളായിട്ട് ഇവിടെ വരുന്നത്? 2-3 ഇയേഴ്സായിട്ട് ഇവിടെ 2-3 ഇയേഴ്സായിട്ട് വരുന്നുണ്ട്. എന്താണ് ഇവിടെ തന്നെ ചൂസ് ചെയ്യാനുണ്ടായ ഒരു റീസൺ? അല്ല, ഇവിടെ മൊത്തമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ എടുക്കുക. അതുപോലെ ക്വാളിറ്റി, പ്രൈസ് അതൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സാധനം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചൂസ് ചെയ്യാനുണ്ടായ കാര്യം. എത്ര നാളായിട്ട് ഇവിടുത്തെ കസ്റ്റമറാണ്? ഇവിടെ 3 കൊല്ലമായി. എന്താണ് ഈ ഒരു ഇത്രയും വലിയ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് ചെന്ന് ചൂസ് ചെയ്യാനുണ്ടായ കാര്യം? നമ്മൾ സാധനം ഷോപ്പ് തുടങ്ങിയാൽ ഇവിടെ തന്നെ എടുക്കുന്നു. കാരണം നല്ല ഡെലിവറിയാണ്, പിന്നെ സാധനം ക്വാളിറ്റി ഉണ്ട്, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഡിസ്കൗണ്ടും കാര്യമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം സമയത്ത് തന്നെ ഒരു സാധനം എത്തിക്കുന്നുണ്ട്. പറഞ്ഞ ഓർഡർ കൊടുത്താലും എപ്പം ഓർഡർ കൊടുത്താലും ആ സമയത്ത് സാധനം എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ഷോപ്പിലൊക്കെ പോകേണ്ട ആവശ്യമില്ല, എല്ലാം ഇവിടെ തന്നെ അവൈലബിൾ, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ക്വാളിറ്റിയും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ നല്ല ഫ്രഷാണ്. ഫ്രഷ് രാവിലെ തന്നെ എടുക്കുന്നത് നമുക്ക് ഫ്രഷായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കസ്റ്റമറാണ്. സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ 4 ഷോപ്പ് ഇവരെ തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. ആണല്ലേ? സാധനം ഇവരെ മയിലാണെങ്കിലും അതുപോലെ അല്ല കമ്പിലാണെങ്കിലും വലിയതാണെങ്കിലും നമ്മൾ അവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്തിരുന്നു. ഇവിടെ തുടങ്ങിയാലും ഇവിടത്തേക്ക് മാറ്റിയതാണ്. ഇവരുടെ ഷോപ്പ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഓക്കെ. ഇപ്പോൾ ശരിക്കും എന്താണ് ഈ ഒരു സ്ഥാപനം തന്നെ ചൂസ് ചെയ്യാനുണ്ടായ റീസൺ? മെയിൻലി ഇത് അടുത്താണ്, നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഇപ്പോൾ ഓഫേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവർ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ അറിയിക്കും. അപ്പോൾ ഇവിടെ ഈ അവർലി വരുന്ന ഓഫേഴ്സൊക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാറുണ്ടോ? മോസ്റ്റ്ലി എക്സ്പ്ലോർ ചെയ്യാം ത്രൂ. ഇപ്പോൾ എൻ്റെ ഏച്ചി ആണെങ്കിൽ ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ട്. അന്നേരം അവർ പറയും ഇങ്ങനെ എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അവർ പറയും, ത്രൂ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് അറിയും. പിന്നെ ഓഫേഴ്സ് എല്ലാം അഫോർഡബിളാണ് കൂടുതലും. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം ഈ ഹോം ഡെലിവറി സർവീസസ് ഒക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? അത് 2-3 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ്. എടുത്ത കസ്റ്റമേഴ്സ് ആയാലും സാറ്റിസ്ഫൈഡ്. ഓക്കെ, താങ്ക് യു. സ്മൈൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ബൈ.